പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ മഹിമയ മറയുവാനെന്താ
എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലതിനെയും നാഥായ നീക്കും. സത്യമായ ശരീരങ്ങളെ ഉയർത്തുന്നവൻ, ആത്മാക്കളെ രക്ഷിക്കുന്നവൻ, ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ നിന്റെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലതിനെയും നാഥായ നീക്കും. പരിശുദ്ധനും സുന്ദരനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിൽ വളരുന്നതിനെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലതിനെയും നാഥായ നീക്കും. യെശയ്യാപ്രവാചകൻ പുസ്തകത്തിൽ നിന്നുള്ള വായന 41 അധ്യായം 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എന്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാത്തിന്റെ സന്തതി, നീ എന്റെ ദാസനാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത്തു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും. നിന്നോട് ശണ്ട കൂട്ടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്തു കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, കൃമിയായ യാക്കോബേ, ഇസ്രായേലിയരെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയുള്ളതുമായ ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിരു പോലെയാക്കും. നീ അവയെ പാറ്റുകയും കാറ്റ് അവയെ പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും. നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും. മധ്യകുലത്തിൻ രക്ഷകനാം
കാര്യവും ഏറെ ശിവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥായി നീക്കും. സഹോദരനെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായി നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുകയും നിങ്ങളുടെ പ്രലോഭനത്തിലാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുകയും പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കുകയും ഒരുവൻ താൻ ഒന്നുമല്ലാതായിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ വഞ്ചിക്കുന്നു. എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ. അപ്പോൾ അഭിമാനിക്കാനുള്ള വക അവരിൽ തന്നെ ആയിരിക്കും, മറ്റുള്ളവരിലായിരിക്കുകയില്ല. എന്നാൽ ഓരോരുത്തരും സ്വന്തം ഫലം വിളിച്ചു മതിയാകൂ. വസ്ത്രം പഠിക്കുന്നവൻ തനിക്കുള്ള എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക് നല്ല അധ്യാപകന് നൽകണം. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട. ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിധിക്കുന്നതിനെ കൊയ്യും. എന്നാൽ സ്വന്തം ജലത്തിനായി വിധിക്കുന്നവൻ ജലത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനെ വിധിക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് വിധിച്ചവൻ കൊയ്തെടുക്കും. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ ഏതോ കാര്യം വിളവെടുക്കാം. ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് സകല മനുഷ്യർക്കും പ്രത്യേകിച്ച് വിശ്വാസത്തിൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവത്തിൻ വിളക്കേ, വചനമാം പൊൻവിളക്കേ, ഭൂമിയിലാകവേ ദീപമായി തീർന്നവനേ യേശുവേ. ദൈവത്തിൻ വിളക്കേ, വചനമാം പൊൻവിളക്കേ, ഭൂമിയിലാകവേ ദീപമായി തീർന്നവനേ യേശുവേ. വചനമേ നീ എന്നെ തൊടുമ്പോഴെല്ലാം എന്നിൽ ജീവന്റെ ആത്മവശം പാടി വീണോരൻ സ്വപ്നങ്ങളെല്ലാം ഈ വചനത്താൽ തഴുന്നുവല്ലോ. വചനമേ നീ എന്നെ തൊടുമ്പോഴെല്ലാം എന്നിൽ ജീവന്റെ ആത്മവശം പാടി വീണോരൻ സ്വപ്നങ്ങളെല്ലാം നിൻ വചനത്താൽ തഴുന്നുവല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധമായി അറിയിച്ച നമ്മുടെ ദാവീദ് പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 8-ാം അധ്യായം 23 മുതലുള്ള തിരുവചനങ്ങൾ. യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവരെ അനുഗമിച്ചു. കടൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്ത് ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ ഇതാ നശിക്കുവാൻ പോകുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. യേശു മകൻ ഗദരായുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറകളിൽ നിന്ന് ഇറങ്ങി വന്ന 2 പിശാചുബാധിതർ അവനെ കണ്ടുകൊണ്ടി. ആർക്കും അവർ സഞ്ചരിക്കുവാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു. അവർ അട്ടഹസിച്ച് പറഞ്ഞു, ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? സമയത്തിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കുവാൻ നീ ഇവിടെ വന്നിരിക്കുന്നു. അവരിൽ അല്പമകലെ വലിയൊരു പന്നിക്കൂട്ടം മേയുന്നുണ്ടായിരുന്നു. പിശാചുകൾ അവരോട് അപേക്ഷിച്ചു, നീ ഞങ്ങളെ പുറത്താകുന്നുവെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ. അവൻ പറഞ്ഞു, പോയിക്കൊള്ളുവേ. അവ പുറത്തു വന്ന് പന്നിയിൽ പ്രവേശിച്ചു.
പന്നിക്കൂട്ടം മുഴുവൻ കിഴക്കാതുക്കായ നിലത്തിലൂടെ പാഞ്ഞ് കടലിൽ മുങ്ങിച്ചേർന്നു. പന്നി മേയ്ക്കുന്നവർ ഭയപ്പെട്ടോടി പട്ടണത്തിലെത്തി എല്ലാ കാര്യങ്ങളും പിശാചുബാധിതർക്ക് സംഭവിച്ചതും അറിയിച്ചു. അപ്പോൾ പട്ടണം മുഴുവൻ യേശുവിനെ കാണുവാൻ പുറപ്പെട്ടു വന്നു. അവർ അവനെ കണ്ടപ്പോൾ തങ്ങൾ അകത്ത് വിട്ടുപോകണമെന്ന് അപേക്ഷിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ദൈവം കൂടെ ഉണ്ടാകട്ടെ. ഈശോയുടെ സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുടുംബാംഗങ്ങളെ, ഈ ദിനങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന സംഭവമാണ് പള്ളിയിൽ സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിഷയം. പ്രശ്നം തീരുമ്പോൾ പ്രശ്നം തീരരുതെന്ന് ആഗ്രഹിക്കുന്ന വർഗീയ രാഷ്ട്രീയ മുതലെടുപ്പും നമുക്കവിടെ കാണുവാനായി സാധിക്കും. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം എന്തിന് ഇടപെടുന്നു എന്ന് ചിന്തിക്കുന്നവരെയും നമുക്ക് കാണുവാനായി സാധിക്കും. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രതിസന്ധികളിൽ തമ്പുരാനിൽ വിശ്വസിക്കുക. യേശുശിഷ്യന്മാർ കടലിലൂടെ യാത്ര ചെയ്യുകയാണ്. കടൽക്ഷോഭം ഉണ്ടാകുകയാണ്. വഞ്ചി മുങ്ങുവാൻ സാധ്യതയുള്ളിടത്തോളം തിരമാലകൾ അടിച്ചു കയറുകയാണ്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ശിഷ്യന്മാർ അവരുടെ അസ്വസ്ഥത അവരെ കൃത്യമായി പ്രകടിപ്പിക്കുകയാണ്. യേശുവേ ഗുരു, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളിതാ നശിക്കുവാൻ പോകുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കും, യേശു വഞ്ചിയിൽ തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. സാധാരണയിൽ വഞ്ചിയിലേക്ക് അക്കരയ്ക്ക് പോകുമ്പോൾ തലയിണ കൊണ്ട് പോകാറില്ല. മറ്റൊരു വാക്യം പറഞ്ഞ് അവൻ ഗാഠനിദ്രയിലായിരുന്നു എന്ന് വ്യക്തമായി സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് തലവിണയിൽ വെച്ച് ഉറങ്ങുകയായിരുന്നു എന്ന് പറയുക. അവിടെ ഈശോ പറയുന്നു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? മറ്റൊരാളെ ചിന്തിച്ചാൽ ഇവിടെ ഭയപ്പെടേണ്ടവൻ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഉറങ്ങുകയാണ്. കാരണം ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും മുക്കുവന്മാരാണ്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ തച്ചന്റെ മകനാണ്. വള്ളം മുങ്ങിയ അപകടത്തിൽപ്പെടുന്നത് തീർച്ചയായും നീന്തലറിയാൻ പാടില്ലാത്ത തച്ചന്റെ മകനായിരിക്കും. മറ്റുള്ളവർക്ക് എങ്ങനെയെങ്കിലും നീന്തി തുടിച്ച് രക്ഷപ്പെടാം. ഇവിടെ അസ്വസ്ഥരാകുന്നത് യേശുവല്ല, മരിച്ചു ശിഷ്യന്മാരാണ്. ആ ശിഷ്യന്മാരോടാണ് ഈശോ പറയുക, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധി ഉണ്ടാകാം. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തമ്പുരാൻ കൂടെയുണ്ട് എന്ന ബോധ്യമുണ്ട് എങ്കിൽ അതിനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഗലീല കടലിലേക്ക് പോകുന്നു എന്നതല്ല, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നാം തീർത്ഥാടകരാണ്. ദൈവത്തിലേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടകരാണ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം. ജീവിതം തന്നെ നശിക്കുന്നു എന്ന് ചിന്തിക്കാം. എന്നാൽ അതിനപ്പുറം തമ്പുരാൻ കൂടെയുണ്ട് എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കണമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തമ്പുരാനെ വിളിക്കുവാനായിട്ട് സാധിക്കണം, വിളിച്ചുണർത്തുവാനായിട്ട് സാധിക്കണം. വിളിച്ചുണർത്തുവാനായിട്ട് സാധിക്കുമ്പോൾ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ളത് ദൈവം ചെയ്യും, ദൈവം പ്രവർത്തിക്കും എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പോലും ആശ്ചര്യഭരിതരായി ചോദിക്കുകയാണ്, ഇവൻ ആര് എന്ന്. ആ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, ഇവൻ ആര് എന്ന്. തിരിച്ചറിവുണ്ടാകണം, ഇവൻ ദൈവമാണ് എന്ന്. ദൈവമാണ് എന്ന് തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് അവരെ വിളിക്കുവാനായിട്ട്, എന്റെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനായിട്ട് അവന്റെ സഹായം, അവന്റെ ശക്തി ഉണ്ടാകുമെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുക. രണ്ടാമതായി ദൈവം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, തമ്പുരാന്റേതാവുക എന്ന്.
രണ്ടാമത്തെ വാക്ക് ഈശോ പിശാചുബാധിതരെ, രണ്ട് പിശാചുബാധിതരെ സൗഖ്യപ്പെടുത്തുന്ന, പിശാചുകളെ പുറത്താക്കുന്ന രംഗമാണ്. ആ പിശാചുബാധിതർ യേശുവിനെ കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെങ്കിലും ദൈവത്തെ മാറ്റി നിർത്തുന്ന പ്രവണതയുണ്ടാകും. അവിടെയാണ് ഈ പിശാചുബാധിതർ ചോദിക്കുക, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന്. ദൈവത്തിന് ഇടപെടുവാനുള്ള അവസരം കൊടുക്കുക. ഞാൻ തമ്പുരാന്റേതാണ്, അവന് ഇടപെടുവാനുള്ള സ്ഥലം എന്റെ ജീവിതത്തിൽ രാത്രിയുണ്ടാകണമെന്ന് ചിന്തിക്കുവാനുള്ള ബോധ്യവും വിശ്വാസവും നമുക്കുണ്ടാകണമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ദൈവം പറയുകയാണ്, ദൈവിക ഇടപെടലുകൾക്ക് സ്ഥാനം കൊടുക്കുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുക. ഇവിടെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഈ പിശാചുകൾ പന്നികളിലേക്ക് പോകുന്നത്, ആ പന്നികൾ പോലും ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം പിശാചുമായി ജീവിക്കുന്നതിനേക്കാൾ ഭേദം നശിക്കുന്നതാണ് എന്ന് അവർ ചിന്തിക്കുന്നു. അതിനപ്പുറത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ആ പട്ടണവാസികളെല്ലാം യേശുവിനെ കാണുവാനായിട്ട് വരുന്നു. യേശുവിനെ കാണുവാനായിട്ട് വന്ന് അവരുടെയും ആവശ്യം നീ വിട്ടുപോകുക എന്നതാണ്. ഞങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായി, നിന്റെ സാന്നിധ്യം സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നതെങ്കിൽ നീയുമായി കൂട്ടുചേരുവാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്ന് പറയുന്ന ഒരു പട്ടണവാസികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന് മറുവശത്ത് മറ്റൊരു സ്ത്രീയും കൂടി സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതിപ്രകാരമാണ്, യേശുവിനെ കണ്ട മാത്രമേ പത്രോസ് വിളിച്ചു പറയുന്നുണ്ട്, യേശുവേ ഗുരു, നീ എന്നിൽ നിന്ന് അകന്നു പോകണേ, ഞാൻ പാപിയാണ് എന്ന്. അതേ ചിന്തയിലൂടെയും ഈ പട്ടണവാസികൾ പറയാം, ഞങ്ങൾക്ക് യോഗ്യതയില്ല നിന്നെ സ്വീകരിക്കുവാനായിട്ട്, നീ ദൈവമാണ്, യോഗ്യത തോന്നിയാൽ നീ ഞങ്ങളിൽ നിന്ന് പോകണമെന്നുള്ള അപേക്ഷയും അതായിരിക്കാം. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, തമ്പുരാനെ മുറുകെ പിടിക്കുക. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഈ പ്രകൃതിയെ ശാന്തമാക്കുവാനായി സാധിക്കുന്നുവെങ്കിൽ, പിശാചുകളെ ബഹിഷ്കരിക്കുവാനായി സാധിക്കുന്നുവെങ്കിൽ, എന്റെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിശയിക്കുവാനുള്ള കരുത്ത്, ശക്തി ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം എനിക്ക് തരും എന്ന് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം ഇടപെടലായിട്ട് ദൈവത്തിന് അവസരം കൊടുക്കുക. ദൈവം ഇടപെടും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സമാധാനത്തോടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രഭാതങ്ങളെ സമാധാനിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ശ്രമിച്ചതായി തിരുസഭയുടെ പ്രബോധനങ്ങൾക്ക് വിധേയരായി ജീവിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മോശയുടെ ജീവിതകാലം മുഴുവൻ ശുശ്രൂഷിക്കാൻ സമാധാനയെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്തശിലായി ഏഴ് ദിവസത്തിൽ പ്രതീക്ഷിക്കപ്പെടുമ്പോൾ ആനന്ദത്തോടെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗരാജ്യത്തെ ലക്ഷ്യമാക്കി കുരിശിന്റെ മാർഗ്ഗത്തിലൂടെ അനുദിനം മുന്നേറാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരുടെ സമൂഹത്തിന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധവും മാർപ്പാപ്പയും ഞങ്ങളുടെ സഭയുടെ തലവനും അതിൽ ഉദാധീക്ഷനുമായ മേധാവിയും മാറാഫയും മാർഗസ്വതാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ വിശുദ്ധായ ഇതിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും ഇതിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. വർഷിക്കുകയും ചെയ്യണമേ. തന്റെ മാസമുദ്രത്തിൽ നമ്മുടെ കടകളുടെയും പാപങ്ങളുടെയും കഴികളെ കർത്താവിന്റെ കൃപയാൽ
നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾക്കു നീ കനിഞ്ഞേയ ദിവ്യതാരത്തുകൾ ദൈവമേ, ഞങ്ങൾക്കു നീ കനിഞ്ഞേയ ഈ ബലിവേദിയിൽ ഞങ്ങൾ കാഴ്ചയേകാനടയുന്നു. എപ്പോഴും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ബോധത്തിലെയും ആരാധനയിലെയും സംസ്കാരത്തിലെയും ഉദ്ധാനത്തിലെയും ഓർമ്മയാചരിക്കുവാൻ നൽകുകയും ചെയ്ത മിശിഹാ വഴി പിതാവായ ദൈവം കലയുപയാലും ഈ സ്വീകരിക്കുമാറാകട്ടെ. കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുതരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും
കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ ബഹുമാനായ കാര്യങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ലോകം മുഴുവനും വേണ്ടി അന്ന് സമർപ്പിക്കുന്ന അവിടുന്ന് സമർപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ.
ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ. അശുദ്ധരായ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ താവായ ദൈവമേ, നിസ്സാരായ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികളെ ഒന്നിപ്പിച്ച അങ്ങനെ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സുഹൃത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പകലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും തന്നെ കാസൈമെഴുത് കൃതജ്ഞ
മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെയും പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങനെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധത്തിനും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഉപദേശിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങനെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. നാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നിങ്ങൾക്കു വേണ്ടി വിഭജിതമാകും എന്റെ ശരീരമിതാ. നിങ്ങൾക്കു വേണ്ടി ചിന്തി ഞാനേകും എന്നോട് രക്തമിതാ. നിങ്ങൾക്കു പുതുജീവനേകാ. നിങ്ങളെ പുതു സൃഷ്ടിയാക്ക. എന്റെ ശരീരമിതാ, എന്റെ രക്തമിതാ. ഇതു വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതു പാനം ചെയ്തിടുവിൻ. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ ശരീരപരമായ ശരീരദർശനങ്ങളെ നമുക്ക് എല്ലാവർക്കും നേരിടാൻ ശ്രമിക്കാം. അന്തർഗതമുള്ള അവസാനത്തോടെ സഹോദരങ്ങളുടെ സന്നിധിയോടും നമുക്ക് സ്ഥലത്തിനെ നാഥനാലയത്തോടെ കൃപയെ പാവം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, 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 ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നിത്യജീവൻ കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. ദൈവത്തോട് ഞാൻ ചോദിച്ച എല്ലാം എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി അവർ വിളിച്ചപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട്
കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന ആവശ്യം ഭാവനം അവരുടെ കാരുണ്യത്താൽ നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും ആമേൻ. മിശിഹായ ശരീരത്തു സെന്റ് ജൂസ് സെന്റ് ആന്റണീസ് സമർപ്പണം 1610 രൂപ. ഏഴാം അധ്യാപകർ 1660 രൂപ. പള്ളി പുനരുദ്ധാരണ ബോക്സിൽ ലഭിച്ചത് 7108 രൂപ. സെന്റ് തോമസ് ഉപയോഗിച്ച് ഇന്ന് അഞ്ചുമണിക്ക് പ്ലാബ് ഷാരി ജോസിന്റെ വസ്ത്രം ഉപയോഗിച്ച് മദർ തെരേസ ഉപയോഗിച്ച് ഇന്ന് 4 മണിക്ക്
ഹൈദരാബാദിൽ ജിൻസിന്റെ വസ്തുതയിൽ സമീപിക്കുന്നതാണ്. ഇന്ന് 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഫോർമുല സംഗമം അല്ലെങ്കിൽ 2020 നടക്കുന്നു. 9 മണി മുതൽ 4 മണി വരെ അന്വേഷ് ഓപ്പൺ കോളിൽ വെച്ച് ആണ് നടക്കുക. നാളെ 9 മുതൽ 4 മണി വരെ കണ്ണൂശ്ശേരി രാജഗിരി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് കാറ്റീസം വ്യാപകരുടെ സംഗമം നടക്കുന്നു. ഒക്ടോബർ മാസം 22-ാം തീയതി മുതൽ 31-ാം തീയതി വരെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്കായിരിക്കും വിശു കുർബാന. കൊന്നമസ്കാരം വിശു കുർബാനയുടെ ആശീർവാദം തീർത്ഥമോഹരി 200 രൂപയും രാഷ്ട്രീയോഹരി 1500 രൂപയായിരിക്കും. ഇനിയുള്ള അധികം വരെ ബുധനാഴ്ച ദിവസങ്ങളിൽ പരിഷ്കാരമാണ് കുർബാന ഉണ്ടായിരിക്കുന്നതല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ സുദൃഢവും പരിശുദ്ധവും ജീവിതായവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ ബഹുദൂരമായി യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവരെല്ലാമായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തെയും നാഥായിക്കും കർത്താവേ ആശീർവദിക്കണം. മനുഷ്യബന്ധത്തിന്റെ പ്രത്യാശയായ മിശിഹായി സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെടാതെ സകലത്തിനെയും നാഥായി നീക്കും. Itu berarti